ഹലോ കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വീണ്ടും മീൻ വയ്ക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യമേ നമ്മൾ ആദ്യം ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ഗ്യാസ് അടുപ്പ് കത്തിച്ച് മീൻചട്ടി വച്ചു. കടുവെടുക്കാൻ പോകണമെന്നാണ് മീൻചട്ടിട്ട് വെറുതെ വെച്ച് പറഞ്ഞത് കേട്ടോ. അപ്പം അത് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന എല്ലാം ആയതുകൊണ്ട് എനിക്കത് സ്വപ്പം ഒന്ന് നോക്കണം, അല്ലെങ്കിൽ മെനിഞ്ഞാന്നത്തെ പോലെ ആയിപ്പോകും. കാരണം ടൊമാറ്റോ ഇട്ടപ്പോൾ എല്ലാവരും ഇതായിപ്പോയി. അപ്പം നമ്മൾ കടുവെടുക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അല്പം വെളിച്ചെണ്ണ, ശകലം കടുവെടുക്കാൻ വേണ്ടി മാത്രം. അതങ്ങനെ വല്ലപ്പോഴും ചെയ്യാറില്ല അങ്ങനെ, എന്നാൽ ഒന്ന് ചെയ്യുന്നു. അപ്പം മീൻ കടുവെടുത്തെടുക്കും ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എണ്ണ ചൂടായി നമുക്ക് കടുക് ഇടാം. നമ്മൾ കടുക് വറുക്കണമെന്ന് പറയും. തിരുവനന്തപുരത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ കടുക് വറുക്കണമെന്ന് പറയും. ചില സ്ഥലങ്ങളിൽ കടുക് താളിക്കണമെന്ന് പറയും. എണ്ണയിലിട്ട് താളിച്ചെടുക്കണം പറയും. അപ്പം താളിച്ചെടുക്കും. ഏത് സ്ഥലത്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറേ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കൊണ്ട് കടുക് താളിച്ചെടുക്കുന്നു. അതൊന്ന് റെഡിയായ നമുക്ക് അടുത്തത് ഇല്ല. ഓക്കെ, മീനെല്ലാം ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കുന്ന മീൻ ഇത് കൊഴിയാള മീനാണ്. 2 എണ്ണമാണ് കൂടുതലില്ല. ഒരാളല്ലേ ഉള്ളൂ. ഞങ്ങൾ 3 പട്ടികൾ. അപ്പോൾ ഞാനും എൻ്റെ 2 പട്ടികളും ഉള്ളതുകൊണ്ട് 2 മീൻ, 4 മീൻ കിട്ടി. 100 രൂപയ്ക്ക് 4 മീൻ. അപ്പോൾ അതിൽ 2 എണ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇത് 2 എണ്ണം എടുത്തു. അപ്പോൾ അതെ, ഓക്കെ. ഇത് ചെറിയ ഉള്ളി. അത് ചീത്ത പറയരുത്. വളരെ ചെറിയ ഉള്ളി ഒന്ന്. അടുത്തത് അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളി അപ്പോൾ ഇത് മുളകും കൂടെ ഇടുമ്പോൾ ശരിയാവും. അതൊരു കൂട്ടുകാരുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞത് ഉടുപ്പിയിലാണ്. പുള്ളി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയും. പുള്ളി അഭിപ്രായം പറഞ്ഞത് ചേട്ടാ അല്പം വീഡിയോ വേണം, വീഡിയോ കുറഞ്ഞു പോയി എന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അപ്പോൾ പുള്ളി അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ ജോലിയാണ്. നമ്മളവിടെ പുള്ളി ജോലി ആയതുകൊണ്ട് അവിടെ അടുക്കളയിൽ അവിടെ ഒറ്റയ്ക്കാണ് താമസം. റൂമിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അപ്പം പുള്ളിയാണ് എല്ലാ പാചകം, ജോലിക്ക് പോകുന്നത്, പാചകം, പഠിത്തം എല്ലാം നടത്തുന്നത്.
പിന്നെ അപ്പം അത് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇത് തേങ്ങ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവ പൊടി ആയതുകൊണ്ട് നമ്മൾ ഉലുവ ഇതിൽ ചേർത്തിട്ടില്ല. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഉലുവ പൊടി ഇടണം. ഉലുവ ഇടണം. ഉലുവപ്പൊടി നമ്മൾ ഉലുവപ്പൊടി ഒരു സ്പൂണേ ഇടണം. നമ്മൾ ഒരു സ്പൂണ് വെച്ചാൽ നമ്മൾ ഇഷ്ടറിയുന്നത്. ഓക്കെ. അത് വേണ്ട. ഉലുവ കൂടുതലിട്ടാൽ കഴിക്കും. ഇത് ചെയ്യുന്നത് ഞാനത് രസത്തിന് വീഡിയാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉദ്ദേശം ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ ഭാര്യമാരോ ഭാര്യമാരല്ല, ഒരു ഭാര്യയെ കാണുള്ളൂ. അപ്പം ഭാര്യയോ അമ്മയ്ക്കോ നമ്മളെ കൂടെ പറപ്പിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് അവർക്ക് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് അവർക്കും കൂടെ ആഹാരം ഉണ്ടാക്കാൻ നമ്മളെ പോലുള്ള ആണുങ്ങൾ 100% ശ്രമിക്കണം. അത് ഇന്ന് ഒരു ചായ പോലും ഇട്ട് കുടിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് നമ്മളെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരുപാട് വീടുകളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്തായാലും നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ മീൻ അടുത്ത ഒരു വെള്ളമുള്ള കഴിയില്ല. അപ്പം മീനിടയും നമ്മുടെ ജൂലിയും ബെറ്റിയും കൂടെയാണ് അവിടെ തകർക്കുന്നത്. കേൾക്കാമെന്ന് വിശ്വസിക്കണം എല്ലാവർക്കും. ഓക്കെ. അപ്പം മീനിട്ടു. ഒരു സെക്കൻഡോളം ഒന്ന് നോക്കിയിട്ട് അയ്യോ വീണ്ടും പണിയായിരുന്നു. അപ്പം മീനിട്ടു. മീനിട്ട് കഴിഞ്ഞ് പരിപാടി അല്പം പച്ചമുളക് കീറി ഇടുന്നു. ഒരു 4 പച്ചമുളക് ഞാൻ 4-5 ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. എരിവ് ഉണ്ടാവട്ടെ, നല്ലതല്ലേ. ഒരു 2 ടൊമാറ്റോ. ഇത് വലിയ ടൊമാറ്റോ ആയിട്ട് ഒരെണ്ണം മതി. എന്നാലും ഞാൻ 2 ഇട്ട്. ടൊമാറ്റോ എനിക്ക് വലിയ ഇഷ്ടമാണ്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുന്ന ആൾക്കാർ ഒന്ന് ശ്രമിക്കുക. ഒരെണ്ണം മതി കേട്ടോ. ടൊമാറ്റോ ഒരുപാട് വേണ്ട. ഒരുപാട് വലിയ ടൊമാറ്റോ ഒരെണ്ണം മാറ്റും. ഒരു ടൊമാറ്റോ ഇട്ടു. അപ്പോൾ ഇത് ഓക്കെ. ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് പെണം പുളിയാണ്. നമ്മൾ സാധാരണ വാളംപുളിയല്ല, ഇത് പെണം പുളിയാണ്. പെണംപുളി നല്ല ടേസ്റ്റുള്ള പുളിയാണ്. പെണംപുളിയാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്.
മീൻ നമ്മൾ വെച്ചിട്ട് അതുവരെ നമുക്ക് അല്പം ഇടവേള. ഓക്കെ. അപ്പം കൂടുതൽ നമ്മളെ മീൻകറി തിളച്ചു നല്ല രീതിയിൽ തിളച്ച് വന്നു. ഓക്കെ. മീൻകറി തിളച്ച്. അപ്പോൾ നമ്മൾ ചേർത്ത് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ, ഉലുവ, തേങ്ങ, പിന്നെ പുളി. അത് കഴിഞ്ഞ് നമ്മൾ ചേർത്തത് എന്താണ്? ആവശ്യത്തിന് ഉപ്പ്. ഒരുപാട് വൈകിടത്തിൽ അല്പം ഉപ്പ് വേണമെങ്കിൽ, കാരണം ഇന്ന് എല്ലാവർക്കും BP ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ മാത്രം നോക്കിയിടുക. സ്വയം എല്ലാവരും ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഉടുപ്പിയിലാകുന്ന കൂട്ടുകാരുടെ പേരങ്ങ് മറന്നു കേട്ടാ, സോറി. അങ്ങനെ പെട്ടെന്ന് കുറേ ദിവസമായി പുള്ളി വിളിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിലങ്ങ് പോവും, പേരങ്ങ് മറന്നു പോകും. അതുകൊണ്ട് കേൾക്കുകയാണെങ്കിൽ വീഡിയോ കാണുമ്പം അന്ന് അങ്ങനെ പറഞ്ഞെന്ന് പറയില്ല കേട്ടാ, ഞാൻ മറന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചപ്പാത്തി വാങ്ങിച്ച് ചപ്പാത്തി വാങ്ങിച്ച് പിന്നെ ചോറ് അടുത്ത് കിടപ്പുണ്ട്. ചോറ് അടുപ്പിൽ ഇട്ടിട്ടുണ്ട്. ചോറ് അടുപ്പിലിട്ടേക്കല്ല, എണ്ണ ചീത്ത പറയില്ല. ചോറ് നമ്മൾ അരി വെന്തു. ചോറ് എനിക്ക് തിളപ്പിക്കണം. ഇതിലും ചോറ് കുറച്ച് ഇതിലും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിവിടെ ഇപ്പം ഇങ്ങനെ തന്നെ വച്ചിരിക്കുന്ന ആളെ നമ്മൾ തിളപ്പിച്ച് വിറ്റും. അല്ല, അപ്പം അങ്ങനെ നമ്മൾ സംഭവം ഇങ്ങനെയാണ് പോണത്. അതേപോലെ അതെ. പിന്നെ ഞാൻ ചപ്പാത്തിക്കല്ല് എടുക്കണം. ചപ്പാത്തി ഇവിടെ എല്ലാവർക്കും അറിയാം, ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആർക്കും പറയേണ്ട കാര്യമില്ല. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോയി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ആ ജോലി മതി. ഓക്കെ. അപ്പം എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ. മീൻ നല്ല തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ശുഭരാത്രി. നല്ല ദിവസം എല്ലാവർക്കും. തള്ളയ്ക്ക് വിളിക്കില്ല കേട്ടാ, ആകെ ഒരു തള്ളേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ ചപ്പാത്തി കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും മീൻ കറി വയ്ക്കുക, അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. ഹലോ കൂട്ടുകാരെ എന്നുള്ള ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ദയവായി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഓക്കെ.